സീതാ സ്വാന്തനം. വാൽമീകി മുനി കാട്ടിലുപേക്ഷിച്ച സീതയെ ചെന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. സീതേ, നീ ശ്രീരാമന്റെ ഭഗ്നിയാണെന്നും ജനക മഹാരാജാവിന്റെ പുത്രിയാണെന്നും എനിക്കറിയാം. നീ ലേശവും തെറ്റുകാരിയല്ലെന്നും ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാം ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞതാണെന്ന് മനസ്സിലാക്കൂ. ഭർത്താവ് നിന്നെ ഉപേക്ഷിക്കാനുണ്ടായ കാരണവും എനിക്ക് മനസ്സിലായി. ഇനി നീ താമസിയാതെ അർഘ്യപാദ്യാദികൾ സ്വീകരിച്ച് ദുഃഖം വെടിഞ്ഞ് മടിയാതെ എന്നോടൊപ്പം പോരുക. ആശ്രമത്തിൽ നീ താമസിക്കുക. നിനക്ക് താപസിമാർ ആശ്രയമായുണ്ട്. സീതേ, അവരെല്ലാം നിന്നെ ആദരിക്കും. നിനക്ക് ഒരു ദുഃഖവും ഉണ്ടാകുകയില്ല. സ്വന്തം വീട്ടിൽ താമസിക്കുന്നതുപോലെ നിനക്ക് ഈ ആശ്രമത്തിൽ പാർക്കാം. അത് കേട്ട് സീതാദേവി മുനിശ്രേഷ്ഠനെ വണങ്ങി കണ്ണീർ വാർത്തുകൊണ്ട് ജാനകി സമ്മതം മൂളി. വാൽമീകി മഹർഷി സീതാദേവിയോടൊത്ത് ആശ്രമത്തിൽ വന്നെത്തി. മഹർഷി താപസിമാരോട് പറഞ്ഞു, നിങ്ങൾ സീതയെ ദുഃഖമുണ്ടാകാതെ സംരക്ഷിക്കണം. അവർ സന്തോഷപൂർവ്വം വൈദേഹിയെ ആശ്രമത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. സീതാദേവിക്ക് മനോദുഃഖം തെല്ലു ശമിച്ചു. മുനിയോടൊപ്പം ജാനകീദേവി നടന്നു പോകുന്നത് കണ്ടിട്ട് ലക്ഷ്മണൻ മനോദുഃഖത്തോടെ യാത്ര തുടർന്നു. അസ്തമയവേളയിൽ കൗശികീ നദിയുടെ കരയിലെത്തിയ അവർ അന്നവിടെ വസിച്ചു. പുലർച്ചയ്ക്ക് തന്നെ വീണ്ടും യാത്ര തുടർന്നു. അവർ ഉച്ചയോടെ അയോധ്യാപുരിയിൽ എത്തിച്ചേർന്നു. ശ്രീരാമന് സ്വാന്തനം. വാടിയ മുഖകമലത്തോടെ ആരെയും മുഖമുയർത്തി നോക്കാതെ ഉൾത്താപത്തോടെ നിരന്തരം കണ്ണീർ വാർത്തുകൊണ്ട് ശ്രീരാമൻ കുമ്പിട്ടിരിക്കുന്നത് കണ്ട് അഭിമാനിയായ ലക്ഷ്മണൻ വന്ന് പാദം തൊട്ടു വണങ്ങി. എന്താണ് പറയേണ്ടതെന്ന് വളരെ നേരം ചിന്തിച്ചിട്ട് ലക്ഷ്മണൻ പറഞ്ഞു, നാഥാ, അറിവില്ലാത്ത മൂഢന്മാരെ പോലെ ഇങ്ങനെ ദുഃഖിക്കാൻ എന്താണ് കാരണം? ശരീരം, ഭവനം, സമ്പത്ത്, സന്താനങ്ങൾ, ഭാര്യ എന്നിവരോട് വേർപെടാത്തവരായി ഈ ഭൂമിയിൽ ആരെങ്കിലും ഉണ്ടോ? വഴിയമ്പലത്തിൽ വന്നു കയറിയിരിക്കുന്ന വഴിപോക്കർ ക്ഷീണമകറ്റിയിട്ട് തിരിഞ്ഞു പോകുന്നത് പോലെ അച്ഛൻ, അമ്മ, മക്കൾ, ഭാര്യ, സമ്പത്ത് എന്നിവയൊക്കെ കുറെ കാലം കൂടെ ഇരുന്നിട്ട് കർമ്മഫലങ്ങൾക്കനുസരിച്ച് ഓരോ സമയത്ത് പിരിഞ്ഞു പോകുന്നു. ആ വേർപാടിനെ ചൊല്ലി ദുഃഖിക്കുന്നത് അജ്ഞാനമാണ്. രഘുനാഥ, ഇത് വിദ്വാൻമാർക്ക് ചേർന്നതല്ല. അങ്ങേക്ക് അറിയാത്തതായി യാതൊന്നുമില്ല. എങ്കിലും വലിയ ദുഃഖം വരുമ്പോൾ ആരും അന്ധരായിപ്പോവും. രാജാവിന് ഭാര്യയെ പിരിഞ്ഞതുകൊണ്ട് വളരെ ദുഃഖമുണ്ടെന്ന് നാനാജനങ്ങൾ പരിഹാസഭാവത്തിൽ പറയുന്നത് മംഗളകരമല്ല. വിഷയസുഖങ്ങളിൽ ചാഞ്ചല്യമില്ലാത്തവരായി ആരുമില്ല. മഹർഷിമാർ പോലും അക്കാര്യത്തിൽ മോഹിച്ചു പോകാറുണ്ട്. രാമൻ ധീരനാണെന്ന് പറയുന്നെങ്കിലും വളരെ ചാഞ്ചല്യമുള്ളവനാണ് എന്നൊക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങിയാൽ, ബുദ്ധിമാനായ രാജാവേ, അത് നന്നല്ല. എല്ലാവിധത്തിലും ഈ മനോദുഃഖം മാറ്റുക തന്നെ വേണം. അതാണ് നല്ലത്. ജീവിതത്തിൽ സുഖദുഃഖങ്ങൾ ഇടകലർന്നേ വരൂ. ലക്ഷ്മണൻ ഈ വിധം പറയുന്നത് കേട്ട് ശ്രീരാമചന്ദ്രൻ സൗമുഖ്യത്തോടെ പറഞ്ഞു, നീ പറഞ്ഞതു നന്ന്. കാര്യമാണ് പറഞ്ഞത്. ഇവിടെ ഞാൻ ദുഃഖിച്ചിരുന്നിട്ട് 4 ദിവസമാകുന്നു. കാലം വേഗത്തിൽ കടന്നുപോകും. കാര്യവിചാരത്തിനൊന്നും ഇതിനിടയ്ക്ക് തരം കിട്ടിയില്ല. നല്ലവണ്ണം ചിന്തിച്ചു പ്രവർത്തിച്ചില്ലെങ്കിൽ രാജാക്കന്മാർക്ക് അതുകൊണ്ട് തന്നെ ആപത്തുണ്ടാകും. അത് പാപത്തിനുകൂടി ചിലപ്പോൾ കാരണമായേക്കും.